സുവർണ നിമിഷത്തിൽ ഫാൽക്കെ അവാർഡ് നേടിയ ഈ നിമിഷത്തിൽ അദ്ദേഹത്തിനെ സർക്കാർ ആദരിച്ചു. ഇത് രാഷ്ട്രീയമില്ല. പക്ഷേ എല്ലാവരും പങ്കെടുത്ത പരിപാടിയിൽ വി.ഡി. സതീശൻ വിട്ടുനിന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ഓണപ്പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം അടുത്തിരുന്ന് സദ്യ കഴിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം, ഞാൻ വ്യക്തിഗത നടത്തുന്നതല്ല, അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ ഈ പരിപാടിക്ക് അദ്ദേഹം വിട്ടുനിന്നു. പക്ഷേ ഈ സതീശൻ ഒരു കാര്യം ആലോചിക്കണം, ഇത് രാഷ്ട്രീയം നോക്കാൻ പാടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ വെമ്പായം നസീറാണ്. ഇപ്പോൾ വീഡിയോയിൽ വരാനുണ്ടായ കാരണം, ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഇന്ന് മഹാനടൻ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മഹാനടൻ മോഹൻലാലിനെ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് കേരള സർക്കാർ മുഖ്യമന്ത്രിയൊക്കെ ആദരിക്കുന്നുണ്ട്. നാനാ തുറകളിൽ നിന്ന് എല്ലാവരും ഈ മഹനീയ നിമിഷത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു, സർക്കാർ ക്ഷണിച്ചു, അദ്ദേഹം വിട്ടുനിന്നു. കാരണം ഇതിൽ രാഷ്ട്രീയമില്ല. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മഹാനടനാണ് മോഹൻലാൽ. തിരുവനന്തപുരത്ത് അദ്ദേഹം ജനിച്ചു വളർന്നു. അദ്ദേഹം തിരനോട്ടം എന്ന സിനിമയിലൂടെ അദ്ദേഹം മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് അതുല്യമായ സംഭാവന അദ്ദേഹം നൽകി. ഇന്നും അദ്ദേഹം അഭിനയ വിസ്മയം തീർത്ത് അഭിനയ കളരിയിൽ അദ്ദേഹം നിറഞ്ഞാടുകയാണ്. ഈ സുവർണ നിമിഷത്തിൽ ഫാൽക്കെ അവാർഡ് നേടിയ ഈ നിമിഷത്തിൽ അദ്ദേഹത്തിനെ സർക്കാർ ആദരിച്ചു. ഇത് രാഷ്ട്രീയമില്ല. പക്ഷേ എല്ലാവരും പങ്കെടുത്ത പരിപാടിയിൽ വി.ഡി. സതീശൻ വിട്ടുനിന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ഓണപ്പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം അടുത്തിരുന്ന് സദ്യ കഴിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം, ഞാൻ വ്യക്തിഗത നടത്തുന്നതല്ല, അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ ഈ പരിപാടിക്ക് അദ്ദേഹം വിട്ടുനിന്നു. പക്ഷേ ഈ സതീശൻ ഒരു കാര്യം ആലോചിക്കണം, ഇത് രാഷ്ട്രീയം നോക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത് കേരള സർക്കാർ ഒരു മഹാനടനെ ആദരിക്കുന്ന ഒരു വേളയായിരുന്നല്ലോ. അങ്ങ് എന്തിനാണ് വിട്ടു നിന്നതെന്ന് നമ്മളെപ്പോലെയുള്ളവർക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം ഇപ്പോൾ പറയണ്ട. കാരണം കോൺഗ്രസിനകത്ത് പണ്ടൊരു കഥയുണ്ട്. ഒരാൾ പറഞ്ഞു, ഇവിടെ ഈ തലയ്ക്ക് സ്ഥിരതയുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ഭാരം കൂടുതൽ, ഞാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞെന്താണ്, എന്തായാലും പുണ്യം ചെയ്ത തലയാണ് എന്ന് പറഞ്ഞൊക്കെ കോൺഗ്രസ്സിൽ ആകപ്പാടെ ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് സതീശന് മാത്രമേ ഉള്ളതെന്നാണ് സതീശൻ്റെ വിചാരം. സതീശൻ പറയുന്നത് പോലെ. കാരണം നേരത്തെ ഒന്നുമല്ലെങ്കിൽ ഗർഗർ ഇടയ്ക്ക് കൊണ്ടായിരുന്നു. ഗർഗർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ രസമില്ല എന്നാണ് ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കുന്നത്. മറ്റേ ഗർഗറൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒന്ന് ബഹളവും തുമ്മലും ചീറ്റലും ഒന്നും ആകെപ്പാടൊരു ബഹളമായിരുന്നു. അദ്ദേഹം കളമിട്ടതിന് ശേഷം ഒരു രസമില്ല. അദ്ദേഹം പഴയ കുഞ്ചൻ ചമ്പേര് പാടിയൊക്കെ പൊണ്ണത്തടീനെ എന്തിന് കൊള്ളാം, നല്ല പുരയ്ക്കൊരു തൂണിന് കൊള്ളാം എന്ന് പഴച്ചുള്ളുണ്ട്. അല്ലെ, സുധാരം ഒന്നുമല്ലെങ്കിലും ഒന്നിത്തിരി നമുക്ക് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാനും ഒന്ന് രസിക്കാനൊക്കെ അദ്ദേഹം രാഷ്ട്രത്തിൽ, പക്ഷേ അദ്ദേഹത്തിന് ഒതുക്കിക്കളഞ്ഞു. ഇപ്പോൾ സതീശനാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് കൊണ്ടുപോകുന്നത്. അതായത് കൊണ്ടുപോയി സംഘപരിവാറിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ഒരു പ്ലാനാണ്. ഈ സത്യത്തിൽ ഈ സതീശനെ എതിർക്കുന്ന മഹാഭൂരിപക്ഷം ആൾക്കാരെ കോൺഗ്രസ്സുകാർ മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് സതീശനോട് നിൽക്കുന്നവർ വരെ ഇപ്പോൾ സതീശനെ എതിർത്ത് തുടങ്ങി. കാരണം ഏകാധിപത്യമായി അദ്ദേഹം പോവുകയാണ്. അല്ല, ഇന്ന് ആലോചിച്ച് നോക്കണം, ഇന്നിപ്പോൾ രാഷ്ട്രീയം അല്ല നടന്നത്. രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. സർക്കാർ വെച്ച പരിപാടിയല്ലേ, അതിൽ പങ്കെടുക്കാമായിരുന്നല്ലോ. ഇതുപോലെ നല്ല കാര്യത്തിന് അദ്ദേഹം പങ്കെടുക്കില്ല. പക്ഷേ ഓണപ്പരിപാടി, ഞാൻ വ്യക്തിഗത പറയുന്നത്, ഓണപ്പരിപാടി ഇഫ്താർ പരിപാടിയിൽ അദ്ദേഹം ഓടിയെത്തും. പക്ഷേ ഇതുപോലത്തെ പരിപാടിയിൽ വി.ഡി. സതീശന് കാണാനില്ല. പക്ഷേ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഈ കോൺഗ്രസ്സിനെ അദ്ദേഹം ഒന്ന് കുളിപ്പിച്ച് കിടത്തും.
അല്ലെങ്കിൽ സംഘപരിവാർ ആലയത്തിൽ ഇദ്ദേഹം കൊണ്ട് കെട്ടും. അതിനുള്ള ഒരു ഇതാണ്. കാരണം ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, ആദ്യമായിട്ടല്ലല്ലോ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആദ്യമായിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്നത്. വേറെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രതിപക്ഷ നേതാവായിട്ട് കസേര ഇരുന്നിട്ടുണ്ട്. അവരൊന്നും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഇരട്ടത്താപ്പാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അല്ലെങ്കിൽ മോഹൻലാലിനെ പോലൊരു മഹാനടനെ ആദരിക്കുന്ന ഇത് ഇദ്ദേഹം വിട്ട് നിൽക്കേണ്ട കാര്യമുണ്ട്, അത് പങ്കെടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനാണ് പറയുന്നത്. ഈ സതീശൻ്റെ ഈ നെറുകേടും ഈ ഇരട്ടത്താപ്പും ഏകാധിപത്യവും സത്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഇഷ്ടപ്പെടാതെ കോൺഗ്രസ് ഒരു 45 പീസായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ സംഘപരിവാറിലോട്ട് കൊണ്ട് കെട്ടാനാണോ അതിന് വേറെ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ലൊരു പ്രതിപക്ഷ നേതാവ്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. മഹാനടൻ മോഹൻലാലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം.